വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇണകളോട് സലാം പറഞ്ഞിട്ട് എത്ര കാലായി? രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഒന്നുകിൽ സലാം തീരെ പറയാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ സലാം എറിഞ്ഞു പിടിപ്പിക്കുന്ന ആളുകളായിരിക്കും. അതായത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ അക്ഷരങ്ങൾ പോലും ക്ലിയർ അല്ലാത്ത വിധത്തിൽ സലാം പറയുക. അതേപോലെ ഇറങ്ങി പോകുമ്പോഴും അങ്ങനെ തന്നെ ഇണകള് ഏതോ ഒരറ്റത്തുണ്ടാവും. അപ്പൊ അവിടെയും സലാം എറിഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ. അപ്പൊ ഇതിന് പകരം നമ്മൾ എന്താക്കുക, ഇനി മുതൽ നമ്മൾ ശരിക്കും നമ്മൾ കൈ കൊടുത്തുകൊണ്ട് ഇണകൾ തമ്മിൽ ആണായാലും പെണ്ണായാലും പരസ്പരം എന്താക്കുക, കൈ കൊടുത്ത് കണ്ണിൽ നോക്കിക്കൊണ്ട് സലാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാട്ടെ. ശരിക്കും അവിടെ റബ്ബ് പറഞ്ഞിരിക്കുന്ന മവദ്ദത്തും റഹ്മത്തും നമുക്ക് ഇടയിൽ വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് മാറും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഇടയ്ക്ക് നമ്മൾ പുറത്തുവിട്ട ഒരു ടെലിഫോൺ സംഭാഷണം, അത് പാങ്ങിൽ നിന്ന് ഒരു ഇബ്രാഹിം സാഹിബാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വിഷയം അവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചിലത് പറയാനുണ്ട്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞ എന്താണെന്നറിയോ, മിക്ക കുടുംബത്തിലും ഒരു 100% കുടുംബത്തിലും പെൺമക്കൾക്ക് പിതാവിനോടായിരിക്കും ഒരു അടുപ്പം കൂടുതൽ ഉണ്ടാവുക. എന്നാൽ അത് ഏതുവരെ എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാലും അത് തീരൂല. അവളൊന്ന് പ്രസവിക്കണം. സിസേറിയൻ ആവരുതിട്ടില്ലേ? സിസേറിയന് ബുദ്ധിമുട്ടില്ല എന്നല്ല പറയണത്. സിസേറിയൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നോർമൽ ഡെലിവറി ആണ് ആ പെൺകുട്ടിക്ക് നടക്കുന്നതെങ്കിൽ അന്ന് മുതലേ ആ ഉമ്മാനോട് സ്നേഹം കുറവൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പാക്ക് കൂടുതൽ കൊടുത്ത സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാണിച്ചിരുന്ന സ്നേഹം ഉണ്ടല്ലോ, അതും കൂടി കൂട്ടി ഉമ്മാനോട് കാണിച്ചിട്ടില്ലെങ്കിലും ആ ഉമ്മാനോടായിരിക്കും ആ കുട്ടിക്ക് സ്നേഹം കൂടുക. പ്രസവം എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇത് അങ്ങനെയാണ്. അത് ഇവർ അനുഭവിക്കുമ്പോഴുള്ള ഉമ്മ അനുഭവിച്ച് അവരറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, നമുക്കൊരു ടൈം കഴിയുമ്പോ നമ്മള് പിണങ്ങിയിട്ടുള്ള കൊണ്ട് പോണ ആളുകളാണെങ്കിൽ പോലും അവര് ഒന്നിങ്ങോട്ട് ക്ലോസ് ആവും. ഇവിടെ ഞാനൊരു വീഡിയോ ചെയ്യാണ്ട് എന്ന് പറഞ്ഞത്, നമ്മള് പല ആളുകളും ആളുകളൊക്കെ കാണുമ്പോ സലാം സലാം പറയല്ല, ഒരൊറ്റ ഏറാണ് അവന്റെ മോന്തക്കണ്ട് എറിയണ പോലെ സലാം പറയാ. നമ്മളെ കുടിക്ക് കേറുമ്പോ, ഭാര്യ ഒന്ന് ഫോണ് വിളിക്കുമ്പോ, കുടിയിൽ ഇറങ്ങുമ്പോ, അത് കുടിന്ന് പറയുമ്പോ നമ്മളെ വീട്, ആ ഭാര്യനോട് നമുക്ക് ഇണയാണ് ഭാര്യ എന്നല്ല, ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറയണ ഇണ, ആ ഇണയോട് നമുക്ക് ഒന്ന് സലാം പറയാം. നമുക്ക് കുറച്ചില്ല ആ സലാമിന് അള്ളാഹു എത്ര വലിയ ബർക്കത്ത് തരുന്നു അറിയോ നിങ്ങൾക്ക്. സലാം പറയുക എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് ഈ സഹോദരി ഈ വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇത് നല്ലൊരു ആശയമാണ്, ഇത് ആളുകൾക്ക് നൽകാനുള്ള നല്ലൊരു സന്ദേശമാണ്, ഇതെന്തുകൊണ്ട് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല എന്നുള്ളത്. ഈ സഹോദരിയുടെ പേരെനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അവർ പറയുന്ന കാര്യം വളരെ വലിയ ഒരു കാര്യമാണ്. എന്നാൽ നാം ചെയ്യുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യവുമാണ്. നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. മദ്രസയിൽ പോകുമ്പോൾ, മദ്രസയിൽ നിന്ന് വരുമ്പോൾ, പിന്നെ അവർ കളിക്കാൻ പോകുമ്പോൾ ഇല്ല, മദ്രസയിൽ പോകുമ്പോൾ വാപ്പച്ചി അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്കും വരും. എന്നാൽ അവർ കളിക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ എല്ലാമല്ല, ചിലപ്പോൾ ഉള്ള വീടുകളും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, സുബഹിക്ക് പള്ളിക്ക് പോകാൻ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴൊക്കെ വീട്ടിൽ ഉമ്മയുണ്ടാവും, വാപ്പയുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ സലാം പറഞ്ഞ് ഇറങ്ങുകയും, അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരോടുള്ളൊരു ബാധ്യതയാണല്ലോ സലാം പറയുക എന്നുള്ളത്. ബാധ്യതയിൽ ഒന്നാണല്ലോ. നമ്മൾ മറ്റു സഹോദരന്മാരെയൊക്കെ കാണുമ്പോൾ സലാം പറഞ്ഞ് പിന്നീട് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കയറി അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതല്ലാതെ കോളിംഗ് ബെല്ലടിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ഇണയാണ് വാതിൽ തുറക്കുന്നതെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവർക്ക് സലാം പറയുക എന്നുള്ളത് പല ആളുകൾക്കും അതൊരു കുറച്ചിലാണ്, പല ആളുകൾക്കും അതൊരു മടിയുള്ള കാര്യമാണ്. എന്നാൽ ആ സഹോദരി പറഞ്ഞ പോലെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് അവരോട് സലാം പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവരിങ്ങോട്ടും നമുക്ക് കോൾ വരും.
നമ്മുടെ ഭാര്യ നമുക്ക് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് അവരെ വരവേൽക്കുകയോ അല്ലെങ്കിൽ അവർ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് വലിയൊരു മാനസികമായിട്ടുള്ളൊരു ഉന്മേഷവും അതുപോലെ തന്നെ മനസ്സുകൾ തമ്മിലുള്ള ഐക്യവും അതോടൊപ്പം പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹവും ബർക്കത്തൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇവിടെ സലാം എന്ന് മാത്രമല്ല, ഞാൻ ആ ഫോൺ കോളിലൂടെ ആ കോൾ റെക്കോർഡിലൂടെ അതിൽ മറ്റൊരു കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളുണ്ടാകും. ഈ പറയുന്ന എനിക്കും ഉണ്ടാകും, ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായേക്കാം. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അർത്ഥത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് മോചിതരാകാൻ ഒന്ന് സലാം കൊണ്ട് കഴിയും എന്നതോടൊപ്പം ഫ്രീ ആയിട്ടൊരു ഉപദേശം തരികയാണ്. നമ്മുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും, പിന്നീട് അങ്ങനെ തുടങ്ങും ചെറിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട്. എന്നാൽ തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ പിരിയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയൊരു നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിലായിരിക്കും എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഭാര്യമാരോട് സാധാരണ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, എന്നാൽ തുറന്ന് സംസാരിക്കാത്ത പല ആളുകളും ഉണ്ടാവും. എനിക്ക് ഇത് പഠിപ്പിച്ചു തന്നത് കുറേ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഞങ്ങളുടെ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എഴുതിയത് 3 ആളുകളുടെ പേരാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഒന്നാമത് എഴുതിയത്, രണ്ടാമത് അദ്ദേഹം എൻ്റെ പേരാണ് എഴുതുന്നത്, മൂന്നാമത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേരാണ് എഴുതുന്നത്. വേറെ ആരുടെയും പേരവിടെ എഴുതിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്നെക്കാൾ മുൻപ് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ള നിരവധി ആളുകളുണ്ട്. എന്നാൽ അന്ന് എൻ്റെയും അപ്പുറവും ഇപ്പുറവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെയും സഹോദരൻ്റെയും പേര് എഴുതിയപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുക അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ്, ഇണയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾ ഈ ഞാൻ തന്നെയാണ്. മറ്റൊന്ന് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് അത്രയേറെ കാര്യം, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം, അതിനേക്കാൾ കൂടുതൽ അറിയുന്നു എന്ന് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്നുള്ള ആ ഒരു തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, ഒരു ആത്മസുഹൃത്ത് എന്നുള്ളത് ആ ആളെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കുക എന്നുള്ളതും മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ആ ഒരു ടോപ്പിക്കിനിടയ്ക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, ഒരാഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയെങ്കിലും ഭാര്യയുമായിട്ട് നമ്മൾ ഒന്നിരിക്കുക. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ സമയത്ത് നടന്ന കാര്യങ്ങൾ, തമ്മിൽ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ, എന്തെങ്കിലും പ്രവൃത്തിയിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും നല്ല പുത്തൻ ഉന്മേഷത്തോടെ മുന്നോട്ട് പോകുന്ന ആ ഒരു സ്നേഹബന്ധം അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ കോളിൽ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തത് ഇത് നമ്മളെ നാട്ടില് ഇപ്പോഴും അങ്ങനത്തെ പിണങ്ങുന്ന ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കണം. അത് നാട്ടുകാരുടെ കാര്യമല്ല പറയേണ്ടത്. എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തിരുത്തേണ്ടതോ എന്തെങ്കിലും തെറ്റോ ഉണ്ടോ എന്നുള്ളത് അവളോട് ചോദിക്കണം. ഇത് നമുക്ക് പല ആളുകൾക്കും നമ്മൾ ആ പറഞ്ഞ പ്രായത്തിൽ നമുക്ക് കുറച്ചിലാണ്. അതെ, ഇത് തുടക്കം മുതലേ എല്ലാവർക്കും പറ്റും. കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന തെറ്റിയും കൊണ്ട് കിടക്കുന്ന എല്ലാ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത് സലാം എന്നുള്ള കാര്യം അത് നിർബന്ധമായിട്ടും ആ ഒരു ഫോൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വീട്ടിക്ക് സലാം പറയാ എന്നുള്ളത് ആ ഒരു ഇതാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സുകൾ തമ്മിൽ വല്ലാതെ അടുക്കും. പിന്നെ ഈ ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുള്ള തുറന്നു പറയലുണ്ടല്ലോ, അത് സാധാരണ അതെ കുടുംബത്താനല്ലേ
കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം, ഇണകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തെങ്കിലും വന്നു കുണിച്ചത് അവിടെ പറഞ്ഞ് തീരുമാനാക്കിയാണല്ലോ നാളേക്കില്ല. എന്ത് സുന്ദരമായൊരു ജീവിതാവും. ഞാനിപ്പോ ഇതിങ്ങനെ പറയണ എന്താ വെച്ചാൽ അനുഭവത്തിൽ നിന്നാ പറയണത്. വലിയൊരു ആ ഒരു ലെവലിലുള്ള ജീവിതമൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ എത്ര ഇല്ലായ്മയിലാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ലെവലിലാവുമ്പോ. അല്ല എന്റെ കാര്യം അങ്ങനെ തന്നെ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിട്ടായിരുന്നു. ഇപ്പൊ എന്ത് ഇങ്ങനെ ഞാൻ ഓളെ ഒഴിവാക്കണോ അല്ലെങ്കിൽ ഓളെ ഇന്നെ ഒഴിവാക്കുമോ രൂപത്തിലൊക്കെയാണ് പോയി. അപ്പൊ ഒരു വഴിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരു സംഗതി നടന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ക്ലാസ്സിന് പോയതാ. നമ്മൾ നമ്മുടെ ഇണയുമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവിടെ തീരുമാനമാക്കുക എന്നുള്ളതാണ്. അവർ നമ്മെ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അവരിൽ നിന്ന് അല്ലെങ്കിൽ പ്രവൃത്തി അവരിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്നേഹബന്ധം ദൃഢമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്നിവിടെ കാണിച്ചത് സലാം പറയുക എന്നുള്ളത് മഹത്തായൊരു കാര്യമാണ്. കുടുംബബന്ധവും സ്നേഹബന്ധവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തുറന്നു പറയലുകൾ, നമ്മൾ കുറച്ചിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുറന്നു പറയലുകൾ, അതിന് നമ്മളൊരു മടി കാണിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ എഴുന്നേൽക്കാൻ വയ്യാതെ ഒരു അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ നോക്കാൻ ഇവരൊക്കെ തന്നെ അല്ലുള്ളൂ. അന്ന് നമുക്ക് എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ പോരായ്മകൾ തോന്നുമോ? അതുപോലെ തന്നെ വാർദ്ധക്യ സമയത്ത് ആയുസ് അല്ലാഹു നൽകുകയാണെങ്കിൽ നമ്മുടെ ഇണ എന്നുള്ള ആ നിലയ്ക്ക് അവർ നമ്മളെയും നമ്മൾ അവരെയും പരിചരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പോകേണ്ടതാണ്. സലാം പറയുക എന്നുള്ളത് ആണ് നമ്മളുടെ വിഷയമെങ്കിൽ പോലും നമ്മുടെ സ്നേഹബന്ധം അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുക, ബഹുമാനിക്കുക. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.